തിന്മകളെ നിങ്ങൾ പുറത്താക്കുമ്പോൾ ഓർക്കുക, അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്താൽ സാത്താൻ ഇടിമിന്നൽ പോലെ വീഴും, പെട്ടെന്ന് സ്പീഡാവും. നിങ്ങൾക്ക് വേണേ സഹോദരനല്ലേ, നമ്മുടെ സഹോദരനല്ലേ, നാളെയും കാണേണ്ടവരല്ലേ, നാട്ടുകാരല്ലേ, നാളെയും കാണേണ്ടവരല്ലേ എന്ന് പറയുമ്പോൾ അവൻ്റെ നാമത്തിലാവും. മനസ്സിലായില്ലേ? ഇതിനകത്ത് കളിയുണ്ട്, കളി പഠിക്കണം, അതിനെ പറ്റത്തില്ല. ഇപ്പോൾ സഹോദരനല്ലേ, നമ്മൾ ബന്ധുക്കാരാകാൻ പോകുകയില്ലേ, ഇപ്പം അവൻ്റെ പെങ്ങളെ കെട്ടാൻ പോകുകയും നമ്മൾ ബന്ധുക്കാരാകാൻ പോണതല്ലേ, അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ നാമത്തിലാവും. മനസ്സിലായ? അതാണ് പ്രശ്നം. നിങ്ങളത് ക്രിസ്തുവിന് എന്ത് നന്മ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ നന്മ കൂടെ കുറവുണ്ടായത് കൊണ്ടല്ല ക്രിസ്തുവിന് ക്രൂശിക്കപ്പെടേണ്ടി വന്നത്. ഈ ക്രിസ്തുവിന് മുമ്പ് എന്ത് മാത്രം നല്ല മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? നോ. ക്രിസ്തുവിന് മുമ്പല്ലേ നമ്മുടെ ശിബി രാജാവ് എത്ര മിടുക്കനായിരുന്നു അല്ലേ? ആ കഴുകന് വേണ്ടി അദ്ദേഹത്തിന് തൊടയില മാംസമാണ് കൊടുക്കണത്. അത്രയും നല്ല മനുഷ്യർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നതാണ്. അത്രയും വലിയ രാജ്യത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയണത്. അപ്പം നല്ല മനുഷ്യർക്ക് കുറവൊന്നുമില്ല. ക്രിസ്തുവിന് മുമ്പല്ലേ സോക്രട്ടീസ് ജീവിച്ചിരുന്നത്. സോക്രട്ടീസിന് എന്താ കുഴപ്പമുണ്ടായത്? മതം ഏതായാലും മനുഷ്യൻ നല്ലതായ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് അത് ആപ്ലിക്കബിൾ അല്ല. കാര്യം ഇവിടെ നല്ല മനുഷ്യർ ഇല്ലാഞ്ഞിട്ടല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഞാനും നീയും പാപി ആയതുകൊണ്ടും നിത്യജീവൻ നഷ്ടപ്പെട്ടത് കൊണ്ടും പാപത്തിന് പരിഹാരം ചെയ്യാൻ അവന് മാത്രം അധികാരമുള്ളത് കൊണ്ടും അത് ആ അവകാശത്തിൽ അവരത് പരിഹാരം ചെയ്തപ്പോൾ ആ പരിഹാരത്തെ ദൈവം സ്വീകരിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ ഉയർപ്പിൽ പങ്കാളിത്തം നമുക്ക് ലഭിക്കുമ്പോൾ, അവൻ വിശ്വസിക്കുമ്പോൾ നമുക്ക് പങ്കാളിത്തം ലഭിക്കുമ്പോൾ, അവൻ ഉയർപ്പിൽ പങ്കാളിത്തം ലഭിക്കുമ്പോൾ നമ്മൾ നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെങ്കിൽ എൻ്റെ ദൈവ പൈതലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഈ തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ക്രിസ്തുവിന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തന്നെയാണ് സത്തായ പുറന്തള്ളുന്ന വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് തിന്മകളിൽ നിന്ന് നന്മകളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലാണ്. ദിശിത്ത വേണ്ടി എന്റെ പ്രിയപ്പെട്ടവർ, നെയ്യപ്പം തിന്നാൽ അതുപോലെ തന്നെയാണ് ഈ തിന്മകളുടെ ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറന്തള്ളുമ്പോൾ ആരുടെ നാമത്തിൽ? ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ എന്നാ സംഭവിക്കും? ദൈവം മഹത്വപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അടയാളം കിട്ടും. പക്ഷേ അടയാളം കിട്ടണ ഒരു കാര്യമല്ല, രണ്ട് കാര്യം കൊണ്ട് നടക്കുക വരെ. എന്താ സംഭവിക്കണത്? നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ പേരുകൾ. അതായത് 10:20 ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അവിടെ ഇതിന്റെ ഒരു എക്വേഷൻ എന്താണ്? ഓരോ അടയാളങ്ങൾ ലഭിക്കുമ്പോഴും അതിനർത്ഥം എന്താണ്? ഓരോ സമയം ദൈവം മഹത്വപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഓരോ മഹത്വം പ്രാപിക്കുമ്പോഴും ഓരോ തിന്മകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിന്തള്ളപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഓരോ തിന്മകൾ പിന്തള്ളപ്പെടുകയും ഓരോ സമയം ദൈവം മഹത്വപ്പെടുകയും ഓരോ അടയാളം കാണിക്കുകയും ചെയ്യുമ്പോൾ അടയാളം മാത്രമല്ല കാണിക്കുന്നത്, നിങ്ങളുടെ പേരുകളെ സ്വർഗത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കൈയടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇതാണ് ലോകത്തിൻ്റെ മേലുള്ള വിജയമെന്ന് പറയുന്നത്. അത് എങ്ങനെ കിട്ടണത്? വിശ്വാസത്തിൻ്റെ സാധ്യതയാണ്. അതാണ് 1 യോഹന്നാൻ 5:7. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം മൂലമാണ് നമ്മള് ക്രിസ്തു നേടിയെടുത്ത കൃപയിൽ പങ്കാളിയാകുന്നത്. ക്രിസ്തു നേടിയെടുത്ത കൃപയിൽ പങ്കാളിയാകുമ്പോഴാണ് നമ്മൾക്ക് അടയാളം ലഭിക്കുന്നത്. അടയാളം ലഭിക്കുന്നവർ സംഭവിക്കുന്നത് എന്താണ്? അവർ ലോകത്തിൻ്റെ മേലെ വിജയം കൈവരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ ആത്മശക്തിയും അതേസമയം തന്നെ അടയാളവും നമുക്ക് ലഭിക്കുകയാണ് ഉടമ്പടിയിലൂടെ. അതായത് ഈ ലെവലിലായിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അഗസ്റ്റിൻ്റെ കാര്യം എടുക്കാം. അഗസ്റ്റിന് എന്താ സംഭവിച്ചിരിക്കണത്? അഗസ്റ്റ് 3 ദിവസം പ്രാർത്ഥിച്ചത് എന്താണ്? കർത്താവിനോട് പ്രാർത്ഥിച്ചത് എന്താ? കർത്താവേ, ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകും, സമയത്തിന് മുമ്പ് ഇറങ്ങിപ്പോകും,
കാര്യം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, നിനക്ക് ജാമ്യക്കാരും ഇല്ലെങ്കിലും, നിനക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണ് നീ കിടക്കണം, നിൻ്റെ കേസ് അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കുമെന്ന് അഗസ്റ്റിനോട് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അഗസ്റ്റിൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവേ, നിൻ്റെ ഭക്തിപ്രസ്ഥാനമാണല്ല നിന്നെ ഇവിടെ എത്തിച്ചതെന്ന് എന്നെ ആക്ഷേപിച്ചവൻ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ജയിലിൻ്റെ വാതിക്കൽ ഉണ്ടാകണം, അവൻ എന്നെ കാണണം, അങ്ങനെ നിന്റെ നാമം മഹത്വപ്പെടണമെന്ന് കൈയിട്ടിച്ച് കർത്താവ്. ഇത് പ്രാർത്ഥിച്ച് തീരുമ്പോൾ ഒരു സംഭവം നടക്കും. ഈ ജയിലിൽ 3-ാം ദിവസം എന്താ സംഭവിച്ചതെന്നറിയാവോ? ഈ ജയിൽ വാർഡനെ അവിടുന്ന് ആ വാർഡിൽ നിന്ന് മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗസ്റ്റിനെ വേറെ ഒരു ജയിലിൻ്റെ വാർഡിലേക്ക് കൊണ്ടുപോകും. ട്രാൻസ്ഫർ കിട്ടും, ജയിലിൽ ട്രാൻസ്ഫർ. നിങ്ങളവർക്കും പ്രാർത്ഥിക്കുമ്പോൾ ജയിലിൽ ട്രാൻസ്ഫർ കിട്ടും എന്ത് കാണിക്കാനാണ്? ജയിലിൽ നിന്ന് വേറെ ഒരു ജയിലിലേക്ക്. പക്ഷേ അവിടെ എന്നാ പറ്റുമെന്ന് വെച്ചാൽ അഗസ്റ്റിനെ അറിയുന്ന സ്നേഹം കാണിക്കുന്ന ഒരു വാർഡനെ കിട്ടും. അപ്പോൾ വാർഡനോട് ഇവൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം, മറ്റേ സൂപ്പറുണ്ട് എൻ്റെ ഉടമ്പടിക്ക് ആശുപത്രി പിടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ സൂപ്പറുണ്ട് എൻ്റെ ഉടമ്പടി കൃപാസനം പത്രം മേടിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേ സൂപ്പറുണ്ട് എൻ്റെ പ്രാർത്ഥന മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ തന്നാൽ ഞാനിവിടെ ഓക്കെ ആണെന്ന് പറയും. എന്താ കാര്യം? പ്രാർത്ഥനാ പുസ്തകം കിട്ടിയാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പിന്നെ ഇവൻ്റെ ജയിലൊന്നും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ മക്കളെ, ഇത് വേറെ ഒരു ലെവലാണ് ഈ സംഭവം. ഉടനെ ഈ സൂപ്രണ്ട് പോയി ആ പ്രാർത്ഥനാ പുസ്തകവും കൃപാസനം പത്രവും ഉടമ്പടി കാശുരവും കൊണ്ടുവന്ന് ഇവന് കൊടുക്കും. ഇവനുടനെ ഇവൻ്റെ സഹതടവുകാരുടെ കൂടെ ഈ സംഭവം പ്രാർത്ഥിക്കുകയും ഈ കൃപാസനം പത്രം വായിച്ച് ഇവരെ വിശദീകരിക്കുന്നതാണ് പുള്ളിയുടെ പരിപാടി. അന്നത് മുഴുവൻ ഇവൻ്റെ കൂടെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിംസിനാണ്, ഒരു ക്രിസ്ത്യാനിയും കൂടിയുണ്ട്. ഇവർക്കെല്ലാം കൃപാസനം പത്രം വായിച്ച് കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇവൻ്റെ പരിപാടി. വേറെ ഒരു ആകുലതയുമില്ല. ബാക്കിയുള്ള ആകുലതയൊക്കെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുകയും ഒരു പ്രശ്നവും പൊളിക്കില്ല. പക്ഷേ ഇത് കൊടുത്ത് ഇതുമായിട്ട് ജീവിക്കുമ്പോൾ അവർക്കറിയാം കാര്യം. ഈ അവിടെ എല്ലാം എല്ലാ ജയിലറയിലും മറ്റേ ക്യാമറ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ രാത്രി 2 മണിക്കൊക്കെ മുട്ടയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിനകത്ത്, ഈ ജയിലിൻ്റെ അകത്ത്. എനിക്ക് ജയിലിൻ്റെ പുറത്തായിരുന്നപ്പോഴേ ഉപവസിക്കാനൊന്നും അധികം പറ്റിയിട്ടില്ല. ഇപ്പം നല്ല സമയമാണ് എനിക്ക് തോന്നിയെന്ന്. ജയിലില്ലേ ഇപ്പോൾ ഉപവസിക്കാമെന്നല്ല. അപ്പോൾ ചോറും കൊണ്ട് വരുമ്പോൾ പറയും, സാറേ എനിക്കിന്ന് ഉപവാസമാണെന്ന് പറയും. ഒരാൾ വിശ്വാസം ജീവിക്കുന്ന രീതി കണ്ടില്ലേ? ഒരാൾ വിശ്വാസം ജീവിക്കുന്ന രീതിയാണ് എനിക്കിന്ന്. അപ്പോൾ ആ മനുഷ്യനോട് ഉപവസിക്കുകയാണ്, ജയിലിൽ ഉപവസിച്ച് ഒരു ദിവസം. അപ്പോഴേ അങ്ങനെ പുള്ളി പ്രാർത്ഥിച്ചും കൃപാസനം പത്രം പങ്കുവെച്ചും അങ്ങനെ ജീവിക്കാനിടത്ത് പെട്ടെന്ന് അഗസ്റ്റിനോട് പറഞ്ഞു, നീ 7 to 10 ഡേറ്റിൽ നീ ഇറങ്ങിപ്പോകും. ആര്? ആത്മാവ് പറയുകയാണ്. ആത്മാവിനോട് പറയുകയാണ് 7 to 10 ജൂലൈ, ഈ മാസം ജൂലൈ 7-നും 10-നും ഇടയ്ക്ക് നീ ഇറങ്ങിപ്പോകും. അപ്പോൾ അഗസ്റ്റിന് ഒരു വാക്ക് പറഞ്ഞ്, ഞാൻ ഇറങ്ങിപ്പോകണമൊക്കെ ശരി, എനിക്ക് 2:30 ഇറങ്ങണം, അമ്മയെ പ്രത്യക്ഷപ്പെട്ട 2:30 ഈ മനുഷ്യൻ്റെ തലയിൽ പോയിരിക്കുന്ന സംഭവം കണ്ടില്ലേ? അപ്പം നീ 7-നും 10-നും ഇടയ്ക്ക്, ജൂലൈ 7-ാം തീയതിയും 10-ാം തീയതിക്ക് ഇടയ്ക്ക് നീ ഇറങ്ങിപ്പോകുന്ന പരിശുദ്ധാത്മാവ് അറിയി കൊടുക്കുമ്പോൾ അഗസ്റ്റിൻ പറയും, ഞാൻ ഇറങ്ങിപ്പോകണത് ശരി, പക്ഷേ എനിക്ക് പോകേണ്ടത് 2:30 മണിക്കാണ്, അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30 മണിക്കാണ്. എൻ്റെ മക്കളെ, ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പടിയുടെ ഒരു ലെവലിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി സ്ഥിരീകരണമായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ കാര്യം. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അമ്മയുടെ ഈ നിങ്ങളെ കൃപാസനം പത്രം കൊടുത്തിട്ട് പറയണത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് ആമിനെ പറയണത്, ഞാൻ വന്ന എല്ലാവരോടും മാതാവിനെക്കുറിച്ചും പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കണമെന്ന് പറയണത്. ഈ മനുഷ്യന്മാരൊക്കെ എന്തെല്ലാം അപകടം പിടിച്ച സ്ഥലങ്ങളിലാണ് കർത്താവിൻ്റെ സുവിശേഷം ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും എന്തെല്ലാം കേട്ടാലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അപ്പാ, ഈശോനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, അമ്മയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷമേകാൻ വേണ്ടി എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നീ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയ ദൈവ പൈതലായി മാറും. ദൈവ പൈതലായി മാറിയാൽ പിന്നെ എല്ലാം നിനക്ക് അവകാശമായി മാറുകയാണ്. അല്ല, നീ ഇപ്പോൾ വേറൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നിന്നെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ നീ ദൈവത്തിൻ്റെ സ്വന്തം മകനായി മകളായി മാറുന്ന മക്കളാണെങ്കിൽ ആരാണെന്ന് അവകാശിക്കട്ടെ. ശ്രുതിക്കട്ടെ.
റോമ 8:17. റോമ 8:17. നാം മക്കളെങ്കിൽ പറഞ്ഞേ, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ദൈവത്തിന്റെ നാം മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ എന്നാ ഉദ്ദേശിക്കുന്നത്? എന്തെന്നാൽ, അതായത് ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവൻ്റെ കൃപയുടെ കൂട്ടവകാശികൾ എന്നാണ്. മനസ്സിലായില്ലേ? മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും പിന്നെ ആരാണ്? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. നമുക്ക് രണ്ട് ആനുകൂല്യമാണ് ലഭിക്കുന്നത്. പൈതലെന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ ദൈവത്തിൻ്റെ അവകാശികളും, ദൈവത്തെ അവകാശമായി നൽകിപ്പിക്കാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ കൃപയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ കാര്യം? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്ന, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പോൾ അതെന്താണെന്ന് അച്ഛൻ പറഞ്ഞത്? അത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമുക്ക് ദൈവത്തിന്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ ഒന്ന് ദൈവമക്കളാകാനുള്ള കഴിവാണ്. അത് നമുക്ക് കിട്ടുന്ന അവകാശം നിത്യതയാണ്. പിന്നെ എന്താ? ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താ ലഭിക്കുന്നത്? യോഹന്നാൻ 1:16 ലഭിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. പ്രൈസ് ദി ലോർഡ്. കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിന് കൃപ ലഭിച്ചത് എങ്ങനെയാണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവിൻ്റെ കുരിശാരോഹണത്തെ ദൈവം മഹത്വപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന് കൃപ ലഭിച്ചത് എങ്ങനെയാണ്? ക്രിസ്തു പാപത്തിന് പരിഹാരമായിട്ട് കുരിശെടുത്തപ്പോഴാണ് ക്രിസ്തു കുരിശുമരണത്തിൽ മഹത്വപ്പെട്ടതെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവൻ്റെ കുരിശുമരണം നമ്മുടെ പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യുന്നവർക്കെല്ലാം, പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താണ്? അവൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ലഭിക്കണത്? 8:17 പറയുന്ന, റോമായിൽ പറയുന്ന യേശുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ കൃപയുടെ കൂട്ടവകാശികളാണ്. നമുക്ക് കൃപയാണ് ലഭിക്കണത്. കൃപ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ അഗസ്റ്റിന് കിട്ടിയിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. അഗസ്റ്റിന് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ ജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തെ നാമം വിളിക്കാനുള്ള ആത്മശക്തി ലഭിച്ചിരിക്കുകയാണ്. ഈ ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ മുകളിലുള്ളത്. അതിന് അറിയണം. എഫേസ്യസ് 3:16 എടുത്ത്. എഫേസ്യസ് 3:16. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശ്രദ്ധിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താണ്? ആത്മശക്തിയാണ്. എഫേസ്യസ് 3:16-17. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടില്ലേ എവിടെയാ ഇത് പോണെന്ന് നോക്കിയേ? സ്നേഹത്തിൽ വേരിപ്പാകി. നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളുടെ സഹോദരങ്ങളെയും ഈ ലോകത്തെ തന്നെ സ്നേഹിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ആത്മശക്തിയുടെ അഭിഷേകം ലഭിക്കുകയാണ്.
അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് the word of God സ്നേഹം എല്ലാത്തിനും അതിജീവിക്കുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 13:7. 1 കൊരിന്ത്യസ് 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, Praise the Lord. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സകലത്തെയും അതിജീവിക്കുന്നു. കൈയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ സ്നേഹത്താൽ അതിജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ എല്ലാത്തിനെയും അതിജീവിക്കുന്ന 1 കൊരിന്ത്യസ് 13:7 ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ എഫേസ്യസ് 3:17 വായിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും, പറഞ്ഞ വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള അപ്പോസ്തലന്റെ സ്വപ്നം അതാണ്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ക്രിസ്തു നിങ്ങൾ ജീവിക്കണം. പിന്നെന്താണ്? അത് നിങ്ങൾക്ക് ശക്തിപ്പെടുത്തണം. ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞ്, ശക്തിയെക്കുറിച്ച് വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന്. ആന്തരിക മനുഷ്യന്റെ ശക്തീകരണം അഗസ്റ്റിൽ സംഭവിക്കുന്നത് അതാണ്. എഫേസ്യർ 3:17 പറയുന്ന ആന്തരിക മനുഷ്യൻ്റെ ശക്തീകരണമാണ് ഈ അഗസ്റ്റിന് സംഭവിക്കുന്നത്. എന്താണ്? അതുകൊണ്ടാണ് ജയിലിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ ആ ശക്തിയിലാണ്, ആന്തരിക മനുഷ്യൻ്റെ ശക്തിയിലാണ് ഈ മനുഷ്യൻ പറയണത്. എന്താണ്? അയാളുടെ മുമ്പേ വിശ്വസിച്ചോട് തന്നെ ഞാൻ ഇറങ്ങിപ്പോകും. ഞാൻ ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് ജാമ്യക്കാരോ ആരുമില്ല. എൻ്റെ ജാമ്യം ആരാണ്? എൻ്റെ അമ്മയാണ് എൻ്റെ ജാമ്യം, പരിശുദ്ധ അമ്മ എന്നെ ഇറക്കും. അപ്പോൾ ആത്മാവ് പറയും നിന്നെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തിരിച്ച് ദൈവത്തോട് അവൻ പറയും എന്താണ്? എന്നെ ഇറക്കണമെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇറക്കണമെന്ന്. ആ പറഞ്ഞ 2.5 മണിക്കൂർ 3 ദിവസം കഴിയുമ്പോൾ ആ പറഞ്ഞ 2.5 മണിക്കൂർ ഇവൻ ഈ കൃപാസനം പത്രവും കാശ് രൂപ എടുത്തുകൊണ്ട് ജയിലിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വരും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, രോഗസൗഖ്യ പ്രാർത്ഥന. ഓൺലൈനിലുള്ളവരും ജാഗ്രതയോടെ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടി മനസ്സിനെ ഒരുക്കുക. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സമയത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നീ അധികകാലം കരയേണ്ടി വരത്തില്ല. നിന്റെ കണ്ണിനെ തുടച്ച് നീക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമയം അമ്മയുടെ മാധ്യസ്ഥയിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഓരോ രോഗം ഈശോ കാണിച്ചു തരുന്ന അനുസരിച്ച് കൊണ്ടും മനസ്സിൽ എന്നെ തോന്നിപ്പിക്കുന്ന അനുസരിച്ച് കൊണ്ടും പ്രാർത്ഥിക്കും. ഇപ്പോൾ കാണുന്ന ദർശനം പറഞ്ഞു തരാം. അതായത് ഒരു മനുഷ്യൻ്റെ നടുവ് എല്ലാം അവസാനിക്കുന്ന ഇടം, നമ്മുടെ പൃഷ്ഠഭാഗം ഉൾപ്പെടെയുള്ളത്, അവന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരിപ്പ് രോഗിയായിട്ട് മാറിയിരിക്കുന്നു. അവൻ്റെ നടുവിൻ്റെ മൂടിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളും അവനെ മുട്ടിനെ പൊങ്ങി കുന്തി നിൽക്കാൻ പറ്റാത്ത തളർന്നുപോയ അരക്കെട്ട് പോലുള്ള അവസ്ഥകൾ കർത്താവ് ഇപ്പം സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യ സന്ദേശത്തിനും സൗഖ്യത്തിനും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, 2 മെസ്സേജ് കൂടി ഈശോ പറയുന്നുണ്ട്. ഒന്ന്, ലീക്കാകുന്ന കിഡ്നിയും ലീക്കാകുന്ന അണ്ഡാശയങ്ങളും. 2 വ്യക്തികൾക്കാണ് 2 ഇതാണ്. അതായത് 2 കഷ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അണ്ഡാശയങ്ങൾ നമുക്കറിയാം. അണ്ഡാശയങ്ങളും അതുപോലെ തന്നെ കിഡ്നിയും അതെല്ലാം സ്വെല്ല് ചെയ്യുന്നുണ്ട്.
വെച്ചാൽ വെള്ളം ഇറ്റ് വീഴുകയോ അതുപോലെ ചോര ഇറ്റ് വീഴുകയോ ചെയ്യുന്നുണ്ട്. ഇത് മാരകമായ രോഗമാണ്. കർത്താവ് 2 വ്യക്തികളെ സുഖപ്പെടുത്തും. കക്കയില്ലേ, കടലിലെ കായലിലുണ്ടാകുന്ന കക്ക കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കാം, അതുപോലെ ആന്തരികമായ ചില അവയവത്തിൻ്റെ മുകളിലെ ഈ അക്കാരം പോലെ പല്ലിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടത്തില്ലേ, ഒരു തരം കാൽഷ്യം കിട്ടുകണ പോലെ ഇങ്ങനെ ശരീരത്തിൻ്റെ മുകളിൽ അവയവത്തിൻ്റെ മുകളിൽ എന്തോ ഇങ്ങനെ പാട ചൂടി ബലമായിട്ടിരിക്കുകയാണ്. കർത്താവ് അത് തൊട്ട് സുഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നത്. ശ്രുതികടലിൽ സമൂഹത്തിനെ നോക്കി നമ്മുടെ ചീന വരയുടെ തട്ടിൽ നിന്ന് മീൻ കിട്ടുമ്പോൾ നമ്മളൊരു കൊല്ലി കൊണ്ട് അല്ലെങ്കിൽ കോരി ഒരു സാധനം മീൻ പുറത്തോട്ടെടുക്കത്തില്ലേ, അതുപോലെ ഒരു കാഴ്ചയാണ്. ചീന വരയാണെന്നൊന്നും അച്ഛനെ അറിയത്തില്ല. ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലത് കൈയുടെ ഭുജങ്ങൾ, ബലമുള്ള മനുഷ്യൻ വലത് കൈയുടെ ഭുജങ്ങൾ തളർന്നിട്ട് ആ ജോലി കൈകൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതികട ശരീരത്തിൻ്റെ കക്ഷഭാഗങ്ങളിലും പിന്നീട് കക്ഷത്തിൻ്റെ പുറത്തും ഇതുപോലെ വെളുത്ത മുഴകൾ പോലെ, കുഞ്ഞു കുഞ്ഞു വെളുത്ത മുഴകൾ പോലെ, പുറ്റുപോലെ പിടിച്ചു വരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഇരട്ട മെസ്സേജാണ്. അതിൻ്റെ കൂടെയുള്ള കത്തി കൊണ്ട്, മീൻ വെട്ടുന്ന കത്തി കൊണ്ട് ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് വരകിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് ആക്രമിച്ചിട്ടുള്ളവർ മാനസാന്തരപ്പെടാനും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വകാര്യ സ്ഥലങ്ങളുടെ വീക്കങ്ങളും നീരുവീക്കങ്ങളും അതുപോലെ അലർജി രോഗങ്ങളെയും കർത്താവ് കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. സ്വകാര്യ രോഗങ്ങളുടെ മേൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലത്ത് കാല് ഊന്നുമ്പോൾ ഇടത് കാല് മാത്രം ഉറക്കും, വലത് കാല് ഉറക്കണില്ല. അതുകൊണ്ട് ഇടത് കാല് പോലെ പതിയണ പോലെ വലത് കാല് പതിയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നല്ലവണ്ണം മുറുക്കി ചവിട്ടാൻ വേദന ഉള്ളത് കൊണ്ടോ മുറുക്കി ചവിട്ടാൻ ബലം പ്രയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടോ ആയിരിക്കാം ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, കണ്ണ് കരുകരിക്കുന്നവരെ, കണ്ണ് മങ്ങുന്നവരെ 2 കൈകളും കണ്ണിൽ വെച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. പല്ല് വല്ലാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. കുറേ വേദനയെടുത്ത് നടക്കും, പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, പിന്നീട് അത് കൊഴിഞ്ഞു പോകും. എന്താണ് രോഗമെന്ന് വ്യക്തമല്ല. കർത്താവ് കീഴ്മോണകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു കൊടുക്കുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
കൈകൾ ശിരസിൽ വെക്കുക. തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും നിങ്ങളുടെ 2 കൈകളും ശിരസിൽ വെക്കുക. ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള വിവിധ രോഗങ്ങളുടെ മേലെ ദൈവിക ആധിപത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയും മാലാഖമാരും രക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭാഷാപരം കിട്ടുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പാ, സ്വർഗീയ അപ്പാ, അങ്ങയുടെ പുത്രന്റെ നാമത്തില്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് നിന്റെ കൈകൾ നീട്ടണമേ. അപ്പാ, സ്വർഗീയ അപ്പാ, നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് എല്ലാ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഓരോ ഭവനങ്ങളിലും കൃപാസനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത മക്കളുടെ മേൽ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തപ്പോൾ മക്കളുടെ മേൽ നിന്നെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശങ്ങൾ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നീ തിരഞ്ഞെടുത്ത മക്കളുടെ മേൽ അവരുടെ അവകാശം ഓഹരിയാകുന്ന അടയാളം കൊണ്ട് അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ, അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ. ശ്രുതികടേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് സകല രോഗങ്ങള് ഹല്ലേലൂയ ഹല്ലേലൂയ മാറിപ്പോകട്ടെ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ഹല്ലേലൂയ. യേശുവേ ആരാധന. സൗഖ്യം നൽകണമേ. നാദാവരേണമേ, എന്നിൽ നിറയണമേ. നാദാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ ദൈവം പ്രിയപ്പെട്ട ഇതിലെ 3 കലാശാലങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒന്ന്, ചുണ്ട് തടിച്ചു വരുന്നവര്, ചുണ്ട് വല്ലാണ്ട് തടിച്ചു വരുന്നവര്, ചിലപ്പോൾ ഓറൽ ക്യാൻസർ ആകാം. അതുപോലെ തന്നെ ഇടത് ബ്രസ്റ്റിൻ്റെ താഴെ പള്ളയ്ക്ക് പൊക്കിളിൻ്റെ ഇടത് വശത്ത് എപ്പോഴും പൊള്ളുന്ന പോലെ വേദന ഉള്ളവർ അവരവിടെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരും ഇടത് ബ്രസ്റ്റിന് താഴെ കരളിന് വീക്കമുള്ളവരും അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, അസ്ഥി രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, തോളിൻ്റെ അസ്ഥികൾ ശോഷിച്ചവരെ, ശരീരത്തിൻ്റെ വ്യത്യസ്ത അസ്ഥികൾ ശോഷിച്ചവരെ, ശരീരത്തിൻ്റെ അസ്ഥിക്കൂടത്തിൻ്റെ വലതുവശത്ത് വേദനിക്കുന്നവരെ, അവരെല്ലാം കർത്താവ് അസ്ഥിയുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പടരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ശക്തി ഈ നിമിഷത്തിനെ സുഖപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കട്ടെ, മൂക്കിൻ്റെ ഇടത് ഭാഗത്ത്, അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ പറ്റാത്ത വ്യക്തികൾ, അവിടെ അടിനോടിനെ രോഗമുള്ളവരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. യേശുവേ ആരാധന. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ മൗനമായി മുട്ടി നിൽക്കുക. കർത്താവ് നമുക്ക് വചനം തന്നതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കർത്താവ് വചനം പ്രഘോഷിച്ച ആ സായാഹ്നത്തിലാണ് അത്ഭുതകരമായ മീൻപിടുത്തം നടന്നത്. ആ വചനത്തെ വിശ്വസിച്ചവർക്കെല്ലാം കർത്താവിൻ്റെ അടയാളം കാണിച്ചു കൊടുത്തു. വചനവും വിശ്വസിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുകയും വചനം ശക്തീകരിക്കപ്പെടുകയും സൗഖ്യമായി അനുഭവവേദ്യമാകുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ വേദനകളെക്കൂടിയും ഞാൻ എൻ്റെ ജന്മം കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ
ഞാൻ വേദനിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം വേദനിക്കണ ഒരു കാലത്ത് മനുഷ്യൻ സമാധാനം നഷ്ടപ്പെടുന്ന സമയത്തെല്ലാം കണ്ണീരുമായി കർത്താവ് തിരുസന്നിധിയിൽ ഞാൻ കണ്ണീർ കൊന്തമായി നിന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവ് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പോംവഴികളാണ് നമുക്കിന്ന് ഉടമ്പടി പ്രാർത്ഥനയായിട്ടും ആരാധനയായിട്ടും ഒക്കെ നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല ദൈവം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ കൂടെ അരികിൽ നിൽക്കുന്നത്. നിങ്ങൾ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഓർക്കുക. ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച വിഷയങ്ങളെല്ലാം ഓർക്കുക. കർത്താവ് അതിൻ്റെ മേൽ തീരുമാനം എടുക്കാൻ പോകുന്ന, കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിൻ്റെ മക്കളുടെ വിഷയങ്ങൾ, നിൻ്റെ സംരംഭങ്ങൾ, നിൻ്റെ വരുമാന മാർഗങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ, നിൻ്റെ വിദ്യാഭ്യാസ മാർഗങ്ങൾ, നിൻ്റെ പരീക്ഷാ മാർഗങ്ങൾ, നിൻ്റെ സ്ഥലത്തിൻ്റെ അവസ്ഥകൾ, നിൻ്റെ കടങ്ങൾ, സ്ഥലം വിറ്റുമാറ്റാത്ത തടസ്സങ്ങൾ, നിൻ്റെ യാത്രയുടെ തടസ്സങ്ങൾ, വിദ്യാഭ്യാസ കഷ്ടങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കണ്ടേ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്തുകൊണ്ട് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന മഴ പോലെ കർത്താവേ ഓരോ മക്കളുടെ പേര് തളിക്കപ്പെടട്ടെ. ദോഷങ്ങള് ഈ ധ്യാനം എവിടെയല്ല എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നുവോ ലോകവ്യാപകമായ രീതിയിൽ ഈ ധ്യാനം കൂടുന്ന മക്കളുടെ പേരെല്ലാം, എല്ലാ കുടുംബങ്ങളുടെ പേരെല്ലാം, ജീവിത സംഘടനകളുടെ പേരെല്ലാം, സാമ്പത്തിക കടകളുടെ പേരെല്ലാം, ഇവിടെ മക്കളുടെ ദുർനടപ്പിന്റെ പേരെല്ലാം, പൈസാശക്തിയുടെ പേരെല്ലാം, പൊട്ടിച്ചത്തിന്റെ പേരെല്ലാം, എല്ലാ തരത്തിലുള്ള പേരാളുകളുടെ പേരും യേശുവിന്റെ രക്തം പടരട്ടെ. മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അച്ഛൻ ഇവിടെ ഓർക്കാത്ത വിഷയങ്ങൾ എൻ്റെ മക്കള് പരിശുദ്ധമായ മാധ്യസ്ഥത ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഉടമ്പടി ചെയ്യാൻ പോകുന്നതാകാം, ഉടമ്പടി വെച്ച വിഷയമാകാം, പുതുക്കിയ വിഷയമാകാം. അച്ഛനിവിടെ ഓർക്കാത്ത വിഷയങ്ങൾ, ഇനി ഉടമ്പടി വെക്കാൻ മറന്നുപോയ വിഷയങ്ങൾ എല്ലാം ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. അപകടങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് തളർന്നുപോയവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഇരിപ്പ് രോഗികളായിപ്പോയവർ, ഓപ്പറേഷനിലെ അകത്ത് പ്ലേറ്റ് ഇട്ടിരിക്കുന്നവർ, അകത്ത് കമ്പി ഇട്ടിരിക്കുന്നവർ, എടുക്കാൻ പറ്റാത്ത രീതിയിൽ, നടക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതം ഇരുട്ടലായിപ്പോയവർ അമ്മയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മ ഇപ്പോഴും അവരുടെ അടുത്ത് ചെല്ലണം. കിടപ്പ് രോഗികളൊക്കെ അവർക്ക് ആവതില്ല. അവർ മറ്റവരുടെ സഹായം കൊണ്ട് അവർ ജീവിക്കുകയും അവരെ നോക്കുന്നവരും മാനസികമായി തളർന്നിരിക്കുന്നു, പണപരമായി തളർന്നിരിക്കുന്നു. അമ്മേ എല്ലാവരെയും അമ്മ സ്പർശിക്കാൻ ഈശോയുടെ ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ മകൾ 41 വയസ്സായിട്ടുള്ള മക്കളൊക്കെ ഇന്നലെ കല്യാണത്തിന് ഇതുവരെ കല്യാണം കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വിഷയമൊക്കെ വീട്ടും ഇപ്പോൾ എടുക്കണം. നമ്മൾ 30 വയസ്സിന് മേലുള്ള എല്ലാവരെയും നമ്മൾ അൾത്താരയിൽ ഓർക്കുന്നു. 30 വയസ്സ് മേലുള്ളവർക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ നിങ്ങളുടെ സ്വന്തമാണെന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലവരുടെയും വിഷയമാണ് എന്ന് വിചാരിക്കരുത്. അവർ കെട്ടാതെ നിൽക്കുന്നത് നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം നിനക്ക് ദൈവസ്നേഹമില്ലെന്നാണ്. നിനക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ പങ്കാളിത്തമില്ലെന്നാണ് ഇന്നത്തെ വചനത്തിൻ്റെ വെളിപാട്. അത് ഓർത്തേക്കണം. അവരുടെ വിഷയങ്ങളെല്ലാം നമ്മുടെ വിഷയങ്ങളാണ്. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മക്കൾ, വീട് സ്ഥലവുമില്ലാത്തവരെ, സ്ഥലമുണ്ട് വീടില്ലാത്തവർ, കുറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവർ, ഭാഗോടമ്പടി നടക്കാത്ത കാരണം ആർക്കും ഒന്നും കിട്ടാതിരിക്കുന്നവർ, തർക്കപ്പുരത്തിൽ താമസിക്കുന്നവർ, കേസിലകപ്പെട്ടവർ, അവരുടെ മേലെല്ലാം ദൈവമല്ലാതെ അവർക്കാരുമില്ല. പക്ഷെ ദൈവം അവർക്കുണ്ട്, പരിശുദ്ധ അമ്മ അവർക്കുണ്ട്. സമയമായില്ല എന്ന് പറഞ്ഞാലും യേശുവിനോട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ ദൈവിക ഇടപെടലുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയത് അമ്മയാണ്. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ജോലിയുടെ സാങ്ഷൻ ആകുന്നില്ല, ചിലർക്ക് ഗവൺമെൻറ് അക്രഡിഷൻ കിട്ടണില്ല, ചിലർക്ക് സ്ഥിര നിയമനം കിട്ടണില്ല, ചിലർക്ക് PhDക്ക് ഗുരുവിനെ കിട്ടണില്ല, ഗൈഡിനെ കിട്ടണില്ല, ചിലർക്ക് ഓഫർ ലെറ്റർ ഉണ്ട്, പൈസയും കൊടുത്തതാണ്, പക്ഷേ യാതൊരുവിധ റിട്ടേൺസും മെസ്സേജൊന്നും ഇല്ല, വിസ വരുന്നില്ല, വിസ തടസ്സങ്ങൾ, പരീക്ഷ തടസ്സങ്ങൾ. ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട് പല കോളേജുകളിലും. വിൽക്കാനുള്ള സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റാതെ കിടക്കുന്നത്, ജപ്തിയിലേക്ക് കിടക്കുന്ന സ്ഥലങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലാതെ ഡൈവേഴ്സിലായി പോകുന്നവർ, മക്കൾ പങ്കിട്ടെടുത്തവർ, അതിന് കോടതി കയറുന്നവർ, വേറെ ചില വിഷയങ്ങൾക്ക് കോടതി കയറുന്നവർ, അവസാനത്തെ വിധി
അനുകൂലമാകാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെ മേലെ ദൈവത്തിന് കൃപ ചൊരിയാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളെയും ദുരിതങ്ങളെയും ഈ ആരാധനയോടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്ന് കേട്ട വചനപ്രകാരം ലോകത്തെ കീഴടക്കി തിന്മയുടെ മേൽ വിജയം വരിച്ച് സുവിശേഷ സാക്ഷികളാക്കി ദൈവമഹത്വം കരയേറ്റുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും